നമസ്കാരം. കിഴക്കമ്പലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2020 പഞ്ചായത്ത് ദുർഭരണത്തിനും വാഗ്ദാന ലംഘനങ്ങൾക്കും വോട്ട് കൊള്ളയ്ക്കും എതിരെ കിഴക്കമ്പലത്ത് കുറ്റവിചാരണ സദസ്സ് നടത്തി. കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് സജി പോൾ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ MP രാജൻ, TH അബ്ദുൽ ജബ്ബാർ, ഹനീഫ കൊഴപ്പിള്ളി, ജേക്കബ് സി മാത്യു, ഏലിയാസ് കാരിപ്ര, റഷീദ് കാച്ചാങ്കുഴി, ബാബു സൈദാലി, ചാക്കോ പി മാണി, അജാസ് മുഹമ്മദ്, ജോളി ബേബി, അസ്മ അലിയാർ, ലിജി യോഹന്നാൻ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. NV മാത്തുക്കുട്ടി, MD എൽദോ, ജോർജ് കുട്ടി മാടപ്പള്ളി, AC വർഗീസ്, മനാഫ് മണ്ണുംപറമ്പിൽ തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എല്ലാ വികസന പ്രവർത്തനങ്ങളുടെ എറണാകുളം ജില്ലയിലെ നമ്പർ 1 പഞ്ചായത്താക്കി കിഴക്കമ്പലത്തെ ഉയർത്താമെന്ന് മാത്രം ഈ അവസരത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ഈ ഉറപ്പ് പാടില്ല. ഞങ്ങൾക്കെതിരെ നടത്തിയ അധിക്ഷേപങ്ങൾ, ആക്ഷേപങ്ങൾ, ഞങ്ങൾക്കെതിരെ നടത്തിയ അഴിമതി ആരോപണങ്ങൾ വ്യാജമാണെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നടത്തിയ അഴിമതികൾ ഒന്നൊന്നായി ഞങ്ങൾ അടുത്ത യോഗത്തിൽ വിശദീകരിക്കാമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തത് ഇത് നിങ്ങൾ കോൺഗ്രസ്സുകാര്, നമ്മൾ കോൺഗ്രസ്സുകാർ നിരന്തരം പറയണോട്ടാ. മുതലാളി മറന്നു, നാട്ടുകാർ മറന്നു പോകാൻ പാടില്ല. മുതലാളിക്ക് മറക്കും, കാരണം ഒരുപാട് ബിസിനസ് തിരക്കുള്ളതല്ലേ. അടുത്ത എല്ലാ വീടുകളിലും വൈദ്യുതിയും കക്കൂസും സൗകര്യങ്ങളും ഉറപ്പ് നൽകും. അതിന് ഇവരുടെ സഹായം വേണ്ട. നമ്മൾ KSEBിയിൽ അപേക്ഷ കൊടുത്ത് ഫീസ് അടച്ചാൽ മതി അല്ലേ? മുതലാളി കക്കൂസ് തരാത്ത കാരണം കാര്യം സാധിക്കാതെ കിഴക്കമ്പലത്ത് ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടോ? ഇല്ല. അത് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യത്തിൽപ്പെടുന്നത് കൊണ്ട് കൂര ഒരുക്കുന്നതിന് മുമ്പ് കക്കൂസ് ഒരുക്കാനുള്ള തിരിച്ചറിവ് കിഴക്കമ്പലത്തെ മനുഷ്യർ കൊണ്ടെന്നാണ് എന്റെ വിചാരം. കിഴക്കമ്പലത്തെ മനുഷ്യർ അത്രയും പ്രാകൃതരായിട്ട് മുതലാളി കരുതാൻ പാടില്ല. അടുത്തത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിലൂടെ നിത്യോപയോഗ സാധനങ്ങൾ പകുതി വിലയ്ക്ക് നൽകും. വിലക്കയറ്റം പിടിച്ചു നിർത്തും. പട്ടിണി തുടച്ചു നീക്കും. ഈ പദ്ധതിയിലൂടെ ഓരോ കുടുംബത്തിനും ഒരു വർഷം ചുരുങ്ങിയത് 25,000 രൂപ മുതൽ 50,000 രൂപ വരെ മെച്ചം കൊണ്ടുവരും. വേഗം കൊണ്ടുവരും, പെട്ടെന്നാവട്ടെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അടച്ചിട്ട ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് തുടക്കാത്തതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞേ? ഇവിടെ പ്രസിഡന്റ് പറഞ്ഞല്ലോ, നന്ദിയില്ലാത്തവന്മാർ എനിക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ട് ഇനി തുറക്കാൻ സാധിക്കില്ല എന്ന്. ഞാൻ ചോദിക്കുന്നത് സാബു M ജേക്കബിനോട് നേരിട്ടുള്ള ചോദ്യം, ആരാ കിഴക്കമ്പലത്തെ നന്ദിയില്ലാത്തവൻ? ആരാ കിഴക്കമ്പലത്തെ നന്ദിയില്ലാത്തവൻ? നന്ദിയില്ലാത്തവർ ഈ നാട്ടിലെ മനുഷ്യരല്ല. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ അസ്ഥിരപ്പെടുത്തും വിധം സംഘപരിവാറും BJPയും അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് സകല കുൽസിത പ്രവർത്തനം നടത്തുമ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുന്നിൽ അണിനിരക്കുന്ന മനുഷ്യരെ ഈ രാജ്യത്തിന്റെ ദേശസ്നേഹികളെ വിളിക്കട്ടെ. അവരെ എങ്ങനെ നന്ദിയില്ലാത്തവരെന്ന് വിളിക്കാൻ മുതലാളിക്ക് തോന്നുന്നത്? കഴിഞ്ഞ 10 വർഷമായിട്ട് കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത് 2020 ആണ്. അതിനു മുമ്പ് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഭരണമായിരുന്നു കിഴക്കമ്പലത്ത്. കിഴക്കമ്പലത്ത് ഇന്ന് കാണുന്ന ഈ വികസനങ്ങൾ മുഴുവൻ കൊണ്ടുവന്നത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയാണ്. 6ഓളം ബൈപ്പാസ് റോഡുകള്, കിഴക്കമ്പലം പഞ്ചായത്ത് ഓഫീസിന്റെ ബഹുനില കെട്ടിടം, ആരാധനായ ശ്രീ ഉമ്മൻചാണ്ടി വന്ന് ഉദ്ഘാടനം ചെയ്ത കിഴക്കമ്പലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ല്, കിഴക്കമ്പലത്ത് കാട് പിടിച്ചു കിടന്ന പഴയ പൂട്ടിപ്പോയ സർണത്ത് സ്കൂളിന്റെ കോമ്പൗണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ഏറ്റെടുത്ത് അവിടെ ബഡ്സ് സ്കൂളും SC/ST സിബന്ധികളെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ മൂത്രമൊഴിക്കും, ഒരാളൊന്ന് ഫോട്ടോ എടുക്കും. നാട്ടിലാകെ പാട്ടായി മുതലാളി വീണ്ടും സ്ഥലം ഏറ്റെടുത്തു. 2020 സ്റ്റാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പറഞ്ഞു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പറഞ്ഞു, പിന്നെ ചർച്ചയായി